സുഗുണ എന്താ ചുമ്മാ ഒരു രസം. ഞാനിങ്ങനെ കൈ ചുമ്മാ കുടഞ്ഞോണ്ടിരിക്കും, അതൊരു രസമാണ്. അല്ല, ഇന്ന് നമ്മുടെ കാർ ആരെങ്കിലും പുറത്തു കൊണ്ടുവരുന്നോ? ഞാൻ കൊണ്ടുപോയില്ല. ആരും കൊണ്ടുപോയി? എന്ത്? അല്ല, ഒരു കാറ് അത് ജംഗ്ഷനിൽ ആരും ഇടിച്ചിട്ടിട്ട് പോയി. അടയാളൊക്കെ പറഞ്ഞു വന്നപ്പോ നമ്മുടെ കാറ് പോലെ തോന്നി. ആലും എല്ലാം പറ്റിയായിരുന്ന? കുഴപ്പമൊന്നും പറ്റില്ലെന്നാണ് കേട്ടത്. ആശ്വാസം. എന്താ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ, ഒരു ജീവൻ രക്ഷപ്പെട്ടെന്ന് കേട്ടപ്പോ ഒരു ആശ്വാസം. അതാണ്. നോക്കട്ടെ. അയ്യോ, കൈ പൊള്ളി. ഐസ് എടുത്ത് വെച്ചാടി. ചേച്ചി കാറ് വാങ്ങി മത്സരിക്കാൻ നോക്കുന്നു, അതും എന്നോട്. പിന്നെ കുറച്ച് മത്സരിക്കും. ഗോപി അരച്ചോണ്ട് വീട്ടിലിരിക്കും. അല്ലല്ലേ ചേച്ചി, നമ്മളെടുത്ത പുതിയ കാറിന്റെ ഒരു ഗമ, അതൊക്കെ ഇനി 100 ജന്മം ജനിച്ചാലും മറ്റേ കാറിന് കിട്ടൂല. നമ്മുടെ കാറിലെ AC-യുടെ തണുപ്പ്. സത്യം പറഞ്ഞ എന്റെ കുഞ്ഞെ, ഇന്നലെ ഞാൻ കാറിന്റെ അടുത്ത് നിന്നപ്പോ കാറിന്റെ കഥവ് തുറന്നു കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചേട്ടാ അത് ഫ്രിഡ്ജാണെന്ന്. ഫ്രിഡ്ജാ? ഫ്രിഡ്ജ്. അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടാ. മറ്റേ കാറില്ലേ, ഇന്നലെ ആ ലീലാവതി കുഞ്ഞ് വന്ന് ഇറങ്ങണ കണ്ടു കുഞ്ഞെ. കുഞ്ഞിനാണ് സത്യം, പെറ്റതള്ള സഹിക്കൂല. അയ്യോ, ദേഹം മുഴുവനും മടമടാന്ന് വിയർത്തൊലിച്ച്. അയ്യോ, എന്നിട്ട് എന്റെ അടുത്ത് പറയണേ AC ശരിയല്ലെന്ന്. എന്റെ പൊന്നെ, വാഴക്കൊലയൊക്കെ പഠിപ്പിക്കാൻ വെച്ചാലുണ്ടല്ലോ 1 മണിക്കൂർ പഴി തൊലഞ്ഞെടുത്ത് വെള്ളിക്കളെ. അയ്യോ, അതുപോലെ തന്നെ നമ്മുടെ ആ കാറിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ ചെവല കളർ, റെഡ് കളർ ഉണ്ട്. ഈ രക്തത്തിന്റെ കളർ ചുവപ്പാണല്ലോ. രക്തമില്ലെങ്കിൽ മനുഷ്യനുണ്ടാ? ഏറ്റവും വലിയ ബന്ധം ഏതാ? രക്തബന്ധം. അതുപോലെ ഏറ്റവും വലിയ ബാങ്ക് രക്തബാങ്ക്. അതുപോലെ തന്നെ അസുഖവും ചെങ്കണ്ണ്. ഈ കണ്ണി വരണ ചോപ്പുണ്ടല്ലേ, ഈ ചെങ്കണ്ണ് വരണോട് അടുത്ത് നമ്മൾ ആരെങ്കിലും ചെല്ലുവോ? അതാണ് ചോപ്പിന്റെ ശക്തി. അതുപോലെ തന്നെ ചെങ്കീരി. ആ മഹത്വൊന്നും പച്ചക്കില്ല. എവിടെ? പച്ച ചെടിയിലെ മരത്തിന്റെ പന്ന കളറ്. അത് തന്നെ. ഫ്ലാറ്റിന്റെ കാലഘട്ടത്തിലായി ചെടിയും മരമൊക്കെ. എനിക്ക് പച്ചപ്പ് കണ്ട കലിയ. ഒരു പാട്ടുണ്ടല്ലോ മക്കളെ, പച്ച മാങ്ങ പച്ച മാങ്ങ. എനിക്ക് പാട്ട് കേൾക്കണതേ ഇഷ്ടമല്ല. എനിക്കുണ്ടല്ലോ കവാലത്ത് വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നുക കേൾക്കുമ്പോ. അതിനകത്ത് പച്ചയുണ്ട്. പക്ഷെ മറ്റേ പാട്ടുണ്ട് നമ്മുടെ കളറിന്റെ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവന നീ കണ്ടോ. ചെമ്പരത്തി പൂ ചോപ്പല്ലേ? കുഞ്ഞെ, എനിക്ക് ആ പാട്ടൊന്ന് കാസറ്റ് പിടിച്ചു തരണേ. പിന്നെ അതുപോലെ കുഞ്ഞും സാറും, അതല്ല, കുഞ്ഞും ചെവലക്കാറും, ഇങ്ങനെ രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് തരണേ. എന്തിനാ? പൂജാമുറി വെക്കാനാ. എന്നും കുഞ്ഞിനെയും കാറിനെയും എനിക്ക് കണി കാണാലോ. ഇന്ന് തന്നെ ഫോട്ടോഗ്രാഫറെ വിളിക്കണം ചേച്ചി, കുറെ ഫോട്ടോസ് എടുത്ത് വെക്കണം. ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ കൊടുക്കാലോ. പിന്നെ കുഞ്ഞേ, എന്താ ചേച്ചി? കാണുമെന്നറിയില്ല. അല്ലെങ്കിൽ വേണ്ട, കാണൂല. ചോദിക്കേച്ചി, കാര്യം പറ. എന്താ ചേച്ചി ചോദിക്കാൻ വന്നേ? അല്ല, നിന്റെ കാണുമെന്നറിയില്ല. കാര്യം പറ ചേച്ചി. ഒരു 500 രൂപയുണ്ടാ? ഒരു അത്യാവശ്യമായുണ്ടാ? എന്റെ ലതാകുമാർ ചേച്ചിക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും ഞാൻ കാശ് തരും. അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ. ഇതിനാണോ ഇത്ര മടി? ഇതിനകത്ത് നിറച്ച് കാശ്. 500 രൂപ ഉണ്ട്, വെച്ചോളൂ. എന്താ ചേച്ചി? എന്താ? ആനന്ദാസുക്കളാ കുഞ്ഞെ. ഇത് ദേവഗണമല്ലേ കുഞ്ഞെ? എന്തൊരു സൽഗുണ സമ്പന്ന. എന്തൊരു നിഷ്കളങ്കിയായ സ്ത്രീ. അയ്യോ, ഞാൻ ചുമ്മാ വായി വന്നത് കടിച്ചു വിട്ടില്ലേ. മക്കളെ, ലോകത്തിലെ ഏറ്റവും നല്ല കളർ ഏതാണെന്ന് സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ഞാൻ ഏത് കളറിന്റെ പേര് പറയുന്നറിയാമോ? മഞ്ഞ, നീല, മറൂൺ. അല്ല, പച്ച. ചെറിയ ബ്ലൂ കളർന്ന പച്ച.
ലതാകുമാരി ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല കുഞ്ഞെ. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ലത ചേച്ചി കള്ളം പറയാന്ന് വെച്ചാൽ ലോകാവസാനമാണ്, ലോകാവസാനം. ഞാൻ പച്ചപ്പനത്തിൽ നിന്നൊക്കെ അപ്പുറത്തോട്ട് നോക്കി പാടിയിട്ടുണ്ട്. ഓൾഡ് സോങ്ങുകൾ അങ്ങോട്ട് പാടിക്കൊടുത്ത് അതിൽ ഒരുപാട് പച്ചയുണ്ട്. പച്ചമല്ല പവിഴമല്ല ഈ തട്ടുടുത്ത താഴ്വരയിൽ ചേച്ചി ചേച്ചി ഇപ്പൊ പാടി മലയാളമല്ലേ? തമിഴിലുണ്ട്. പച്ചൈ നിറമേ പച്ചൈ നിറമേ. ഇനി വേറെ ഉണ്ട്, ഉലകം ചുറ്റും വാലിബല്ല ഒരു പാട്ട്. പച്ചൈ കിളി മുട്ടൈ ചരം മുല്ലൈ കൊടിയാറോ. അങ്ങനെ വെറൈറ്റി പാട്ടുകളൊക്കെ ഞാൻ ശറശറോന്ന് പാടിയിട്ട് കൊടുത്ത്. സത്യം പറഞ്ഞ ലളിതചേച്ചികൾ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയിന്റുകൾ ഓർമ്മ വരുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കളർ പച്ചയാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് പോയിന്റുകൾ പറയാൻ പറ്റും. ദേശീയ പതാകയിലെ ആദ്യത്തെ കളർ എന്താ? പച്ച. അല്ല, രൂപയെ പച്ച നോട്ടുകൾ എന്നാണ് പറയുന്നത്. ആ പച്ചക്കല്ല് മൂക്കുത്തി, പച്ച പട്ട് സാരി, അയ്യോ കിളിപ്പച്ച, പച്ച, അങ്ങനെ ഒരുപാട് പച്ചയുണ്ട്. ഇനി ചോപ്പും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരട്ടെ. നല്ല പച്ച തെറി പറയണം, നല്ല പച്ച തെറി. സോറി, പച്ച കള്ളം പറയണം, അതാണ്. അതെ, അതാണ് ശരി. ഇനി ഞാനൊരു പരമാർത്ഥം പറയട്ടെ. പച്ച പരമാർത്ഥം. എന്ത് പരമാർത്ഥം? പച്ച പരമാർത്ഥം. പച്ച പച്ച പരമാർത്ഥം പറയാം. ചുവപ്പ് കളർ പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകും. അയ്യോ സത്യം, എനിക്കൊരു ചുവപ്പ് കളർ സാരി ഉണ്ടായിരുന്നേ, ഒരാഴ്ച കൊടുത്തില്ല, അതിന്റെ നിറം മങ്ങിപ്പോയി. അതിന് നേരെ മറിച്ച് പച്ചയാണെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കും. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്കൊരു കർച്ചീഫ് ഉണ്ടായിരുന്നു, ഒരു പച്ച കർച്ചീഫ്. അത് ഇപ്പോഴും ഉണ്ട്. അത് ശരി. അത് കറുത്തുപോയി, എന്നാലും കർച്ചീഫ് ഉണ്ട്. അതാണ് പച്ചയുടെ മഹത്വം. വേറൊരു പച്ച പരമാർത്ഥം കൂടി പറയാം. പറയണം ചേച്ചി, പച്ച ചേർത്ത് എത്ര വേണമെങ്കിലും പറയണം. ലീലാവതി കുഞ്ഞു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ചില യക്ഷിക്കുട്ടന്മാരെ നിയമിച്ചില്ലേ? യക്ഷിക്കുട്ടന്മാരല്ല, എക്സിക്യൂട്ടീവ്സ്. അതാണ്, അല്ലാതെ യച്ചീസ് അല്ല. അവരെ പോലുള്ളവരെ വെച്ച് സതി കുഞ്ഞു ഓർഡർ പിടിക്കാണ്. ആഹാ, എന്നാ ആദ്യം ഒന്നും ചോദിച്ചില്ല എന്റെ കാര്യം. എന്റെ നാത്തൂനെ താത്തിക്കെട്ടാനേ സമ്മതിച്ചു കൊടുക്കില്ല, ഞാൻ പോയി ചോദിക്കും. ഞാൻ പറയാ, നീ വീട്ടിൽ നിന്ന് വെളിയിറങ്ങോടി. എടി, ചോദിക്കണോ പറയണമെന്നൊക്കെ ഈ ഞാൻ തീരുമാനിക്കും. ഈ സുഗുണൻ ആണുങ്ങൾ അധ്വാനിച്ചോണ്ടിരും, പെണ്ണുങ്ങൾ വീട്ടിൽ അത് വെച്ചു വിളമ്പി തന്നാ മതി. കേട്ടാടി, കാണിച്ചു കൊടുക്കാൻ. ഇതാണ് പറയണത്, തടിയുള്ളവർക്ക് തലയിൽ ആള് താമസം ഇല്ലെന്ന്. മെയ് കൊണ്ടല്ല, മനസ്സുകൊണ്ട് വേണം നമ്മള് ഫൈറ്റ് ചെയ്യാനുള്ളത്. എന്റെ മനസ്സിൽ കേട്ടറി, ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് കാര്യം. ചേച്ചി പറയുന്ന നേരാ, എടുത്തുകേട്ടം വേണ്ട, അവളും ക്യാൻവാസ് ചെയ്യട്ടെ. കാര്യങ്ങൾ ഏതൊരു പോവെന്നറിയാലോ.